ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കുറേ മാനിഫെസ്റ്റേഷൻസും കുറേ അഫർമേഷൻസും ഒക്കെ എഴുതിയിട്ടും പലർക്കും അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പം ചില ചാനലുകളൊക്കെ ആണെങ്കിൽ ഇപ്പം അഫർമേഷൻസും മാനിഫെസ്റ്റേഷൻസും ഒക്കെ എഴുതുന്നതിന് ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ പലരും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ ഒരു സ്വപ്നത്തിലോട്ട് അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിച്ചത് അതിലോട്ട് എത്താൻ പറ്റുന്നില്ല. അതിന്റെ പ്രധാന റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷനും അഫർമേഷനും ഒക്കെ പറയുന്നത് വലിയൊരു ഐസ്ബർഗിന്റെ ഒരു ചെറിയ അറ്റം മാത്രമാണുള്ളത്. ആ ഒരു ഐസ്ബർഗ് നമ്മുടെ ആ ഒരു സ്വപ്നമാകുന്ന ആ ഒരു ഐസ്ബർഗിലോട്ട് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗോൾ സെറ്റിംഗ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ആ ആഗ്രഹങ്ങളിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഗോൾസ് വേണം. ആ ഗോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം തന്നെ പറയാം, ഈ ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ നടന്നു എന്ന് വരത്തില്ല. കുറെ താമസം എടുക്കും. ഇപ്പോൾ 1 വർഷം എടുക്കാം, അല്ലെങ്കിൽ 2 വർഷം എടുക്കാം. പക്ഷെ ആ ഒരു കാലപരിധിക്കുള്ളിൽ നമ്മൾ മടി കൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ ആ സ്വപ്നത്തിൽ എത്തിച്ചേരത്തുള്ളൂ. അതിന് ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ആൾക്കാർ ചോദിക്കും, ഈ ഗോൾ എന്തിനാണ്, ഗോളിന്റെ ആവശ്യം എന്താണ്, നമ്മൾ എല്ലാ ദിവസവും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു വണ്ടി നമ്മൾ ഓടിക്കുകയാണ്. നമ്മുടെയൊക്കെ പറയാണ്, ശരി ആ കുന്നിന്റെ മുകളിൽ ഒരു വീടുണ്ട്, നിങ്ങൾ ആ വീട്ടിലോട്ട് പൊക്കോ എന്ന് നമ്മളോട് പറഞ്ഞു എന്ന് വെച്ചോളൂ. അപ്പോൾ ആ വീട്ടിലോട്ട് പോകാൻ നമുക്ക് ദിശയൊന്നും പറഞ്ഞു തരുന്നില്ല. നമ്മുടെയൊക്കെ പൊക്കോ എന്ന് പറയും, ഗൂഗിൾ മാപ്പും ഇല്ല. അപ്പം ഏത് കുന്നിന്റെ മുകളിലാണ്, ഏത് വീടാണ്, വീടിന്റെ നിറം എന്താണ്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്നും അറിയത്തില്ല. അങ്ങനെ അറിയാതൊരു വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ആ വീട്ടിൽ എത്തിച്ചേരൂ? ഒരിക്കലും എത്തിച്ചേരത്തില്ല. നമ്മൾ ദിശ തെറ്റി പലയിടത്തോട്ട് പോയി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ദിശ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗോൾസ് വേണ്ടത്. അപ്പൊ ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, എല്ലാ ദിവസവും നമ്മുടെ ആ ഗോൾ നമ്മൾ വായിച്ചു നോക്കണം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഗോള് നമ്മൾ ട്രാക്ക് ചെയ്യണം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഗോൾ സെറ്റ് ചെയ്യാൻ മാത്രം പോരാ, ആ ഗോൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് വേണം. ചെറുതാണെങ്കിൽ ചെറിയ ആക്ഷൻ പ്ലാൻസ് മതി. ഇപ്പോൾ നമ്മൾ 1 മാസത്തേക്കുള്ള ഒരു വലിയൊരു ആക്ഷൻ പ്ലാൻ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ടും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ബുക്ക് എഴുതാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 10 വരി എഴുതുക, അല്ലെങ്കിൽ ഒരു പേജ് എഴുതുക എന്ന് വിചാരിക്കുക. ആ പേജ് നമുക്ക് എഴുതാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എഴുതാനും പറ്റും. അല്ലാതെ അതേസമയം നമ്മൾ 1 മാസം കൊണ്ട് നമ്മൾ ഈ ഒരു ബുക്ക് മൊത്തം ഫിനിഷ് ചെയ്യും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമ്മുടെ ആ ഒരു ആക്ഷൻ പ്ലാനെ നമ്മൾ മന്ത്ലി, വീക്കിലി, ഡെയിലി, അവർലി ആ രീതിയിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഒരു ഹാബിറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഹാബിറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്ര തൊട്ട് ഇത്ര മണി വരെ ഇന്ന കാര്യം ചെയ്യും, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന കാര്യം ചെയ്യും എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് പോകണം. ഇപ്പൊ ഇൻ കേസ് നമുക്ക് ചില ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് വന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് അടുത്ത ദിവസം നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരിക്കലും പെൻഡിങ്ങിൽ ഇടാൻ പാടില്ല. പിന്നെ അടുത്തെന്ന് പറയുന്നത്, നമ്മൾക്ക് വിഷ് മാത്രം പോരാ, നമ്മൾ അതിൻ്റെ ഒരു വൂപ്സും കൂടെ കണ്ടുപിടിക്കണം. വൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്സ്റ്റക്കിള്, പിന്നെ അടുത്ത അതിൻ്റെ ഔട്ട്കം, പിന്നെ പർപ്പസ്. ഇതാണ് വൂപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിലോട്ട് എത്താൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ ഒരു ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ബ്ലോക്കിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തണം. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമുക്ക് സമയം കിട്ടുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല, അതൊക്കെ നമ്മുടെ ഒരു ഒബ്സ്റ്റാക്കിൾ ആയിരിക്കും.
അപ്പോൾ ആ ഒബ്സ്റ്റാക്കിളിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ പ്ലാനും കൂടെ നമ്മൾ കണ്ടുവെക്കണം. അടുത്തെന്ന് പറയുന്ന ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു റോൾ മോഡൽ ഉണ്ടാവും അല്ലേ? ഇപ്പൊ എൻ്റെ കേസിൽ എൻ്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ്റെ ഒക്കെ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയുന്നത് ഒന്ന് പേളിമാണി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മെൽ റോബിൻസ് ഉണ്ട്. എനിക്ക് മെൽ റോബിൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം മെൽ റോബിൻസിന്റെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ കുറെ സിമിലാരിറ്റികളുണ്ട്. എന്താ സിമിലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വലിയ എന്താ പറയാ മില്യൺ കടബാധ്യതയിൽ നിന്നാണ് അവര് ഇപ്പം ഉള്ള ഒരു ബെസ്റ്റ് സെല്ലർ ഓഥറായിട്ടൊക്കെ മാറിയിരിക്കുന്നത്. അവര് മോട്ടിവേഷൻ സ്പീക്കറാണ്, അവർ ഓഥറാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പം ഏകദേശം എൻ്റെ ലൈഫുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഞാൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നത് മെൽ റോബിൻസിനെ പോലെയാണ്. അപ്പോൾ ഞാൻ ഈ മെൽ റോബിൻസിനെ പോലെ ആകണം എന്നുണ്ടെങ്കിൽ വെറുതെ മെൽ റോബിൻസിനെ പോലെ ആകണം എന്ന് കൊണ്ടുവരില്ല. പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. മെൽ റോബിൻസ് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതേപോലെ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഞാനും ചെയ്യാൻ തയ്യാറാകണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ആണ് പിന്നെ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും ഒരു 2 മിനിറ്റിന്റെ റീലെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിലെങ്കിലും എൻ്റെ ഫോണിലെങ്കിലും ഞാൻ ഷൂട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ, എൻ്റെ സൂര്യ ടോക്സ് എന്ന് പറയുന്ന ചാനൽ എനിക്കൊരു 50K അടിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണം. പിന്നെ ബുക്ക് എഴുതാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ബുക്ക്, എൻ്റെ ഫസ്റ്റ് ബുക്കിന് വേണ്ടിയിട്ടുള്ള ടൈം ഞാൻ കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ ആ ഒരു റോൾ മോഡല് ആ ഒരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത് അതിന് സമാനമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് നമുക്കും വേണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന വിഷൻ ബോർഡിലോട്ടും മാനിഫെസ്റ്റേഷനിലോട്ടും അഫർമേഷനിലോട്ടും വരേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഗോൾ അനലൈസ് ചെയ്യുക, ഗോൾ വായിച്ചു നോക്കുക, അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക. അങ്ങനെ ഗോൾ ട്രാക്ക് ചെയ്ത് പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്സ്. ഇപ്പൊ നമ്മൾക്ക് ഒരു വിജയത്തിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റുകളിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തണം. അതല്ലാതെ നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിജയത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പൊ ഈ ഹാബിറ്റിലോട്ട് മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹാബിറ്റ് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചെയ്യുന്ന അല്ല ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ജേർണലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പം ഞാനത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ട്രാക്ക് ചെയ്യണം. ഇപ്പൊ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും എന്താണ് ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരണം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ഒരു സ്വപ്നത്തിലോട്ട് എത്താൻ പറ്റുന്നത്. അപ്പോൾ സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഗോൾ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നിടം വരെ ബൈ ബൈ.